ഹായ് അങ്ങനെ പോയാലോ പോകുന്നില്ല അങ്ങനെ പോവാൻ പറ്റുമോ? വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ ഗൈസ് ഹൈ, എല്ലാവർക്കും ഹൈ. കുറേ നാളായി കണ്ടിട്ട്, എല്ലാവരെയും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗൈസ് അപ്പോൾ എന്താ പറയാ, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, ഞാനിവിടെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഴയതുപോലെ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല. ഞാൻ ആ ഒരു കാര്യങ്ങളിൽ അതിലെനിക്ക് ഒരു മാറ്റമില്ല. നിങ്ങളെ വെറുതെ പ്രാങ്ക് ചെയ്തതൊന്നുമല്ല. ശരിക്കും മെൻ്റലി എനിക്ക് സ്ട്രീം ചെയ്യാൻ ഒരു ഇതും ഇല്ലാത്ത, ഇവിടെ ഇത്രയും പേരല്ല കേട്ടോ, കണ്ണാപ്പി രായൻ അമ്പത്തൂര് ട്രിക്കി ബോബോയ് എല്ലാം കൂടെ മറ്റേ കടയിൽ പോയി കിടക്കണം. അവന്മാർ അവിടെ പോയി പെട്ടിടക്കും. ഇപ്പൊ വരും. ഇപ്പൊ അവന്മാര് ഫുഡ് മേടിക്കാൻ പോയി അവിടെ പെട്ടിരിക്കുക. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ആ ഒരു പഴയതുപോലെ ലോക്കോയിൽ മറ്റേ റെഗുലർ ഇപ്പോൾ ഈ ഒരു രണ്ട് ദിവസമായിട്ട് 2-3 മാസമായിട്ട് ലൈവ് വരുന്നത് പോലെ എന്തായാലും എനിക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ യൂട്യൂബിൽ സ്ട്രീം ഇടും. ബാക്കി അവരെല്ലാവരും ആക്റ്റീവായിട്ട് ആർപ്പിൽ തന്നെ ഉണ്ടാവും. ആൻഡ് നമുക്കൊരു അനൗൺസ്മെൻ്റ് കൂടെ പറയില്ലേ? ഞാൻ പറയണോ? നമ്മളല്ലേ പറയണ്ടേ? ഞാൻ പറയാല്ലേ? അല്ല, ഒരു കാര്യം ചെയ്തിക്ക് റിബൽ ഹലോ ഡേ കോലീഡർ, ഞാൻ അതങ്ങ് അനൗൺസ് ചെയ്യട്ടാ. ഓ അപ്പൊ റിബൽ ഇവിടെ നടക്കോട്ടെന്നാണ് വിചാരിച്ചോ. വി ആർ വെൽക്കമിങ് പ്രൊഫസർ ബാക്ക് ടു ടിവി. സോ അപ്പോൾ ഇത് മുതൽ പ്രൊഫസർ ടി വിയിൽ കളിക്കുന്നതായിരിക്കും. സോ ഇതുതൊട്ട് പ്രൊഫസർ ഇനി തൊട്ട് ടി വിയിലായിരിക്കും കളിക്കുന്നത്. ആൻഡ് വി ആർ വെൽക്കമിങ് പ്രൊഫസർ അഗെയിൻ ടു ടി വിയെ. അപ്പോൾ ഇന്നോട്ട് ടി വിയുടെ ജേഴ്സി ഇടും നമ്മുടെ പ്രൊഫസർ. അപ്പോൾ ഞാൻ അവനെ ഡിസ്കോഡിൽ വിളിക്കാം. വെയിറ്റ്, എനിക്ക് അവൻ്റെ കാര്യത്തിലൂടെ എടാ റിബിലെ ഞാൻ വിളിക്കാം. എടാ ഡിസ്കോഡ്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ അവനെ പ്രൊഫസറിനെ ഡിസ്കോഡിൽ വിളിക്കാം. എനിക്ക് അവൻ്റെ ഒരു കാര്യത്തിലൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബും എന്തിനാണ് എൻ്റെ ഡിസ്കോഡ് സെർവർ? ഹലോ. ഓ ഇത് മൈക്കും ഇത് മാറി കിടക്കുക. വോയിസ് ആൻഡ് ഓഡിയോ. ആ കേക്കാവോ? ഓക്കെ. അപ്പൊ ഇവിടെ വീട്ടിലില്ലാത്ത സുനിമോന്, ചന്ദ്രന്, സരക്ക് എല്ലാം ഡിസ്കോഡിലുണ്ട്. ഹലോ എടാ പ്രൊഫസറിനെ ഒന്ന് വിളിച്ചോട്ടെ. പ്രൊഫസർ എനിക്ക് കണ്ണ് കാണുന്നില്ല, കണ്ണൊക്കെ പോയില്ലേ? മൈൽസിനെ നോക്കുന്നത്. മൈൽസ് സുന്ദരനല്ലടാ. എടാ പ്രൊഫസറെ ഡിസ്കോഡിയോ. സോ അപ്പോൾ ഇത്രയാണ് അനൗൺസ്മെന്റ്. എന്നാലും ഞാൻ ഒരു കാര്യം ആലോചിക്കണത് അതല്ലടേ, ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ മറ്റേ ജോലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ കളഞ്ഞ് മറ്റേ പരുന്തുവാസുവിന്റെ സെൻഡ് ഓഫ് കാണാൻ വേണ്ടി വന്നായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥയാണ് ഞാനിപ്പോ ആലോചിക്കണത്. എനിക്കറിയാം ഈ 20,000 പേരിൽ എനിക്കറിയാം എത്ര പേരുണ്ട് നമ്മുടെ ലൈവ് കാണുന്നത്, എത്ര പേരുണ്ട് നല്ലതായിട്ട് എനിക്കറിയാം. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റേ സെൻഡ് ഓഫ് കാണാൻ വന്ന പിള്ളേരുണ്ടല്ലോ, അവരൊക്കെ ക്ലാസ് ഇല്ലേ, നാളെ ക്ലാസ്സിൽ പോകണ്ടേ, എനിക്ക് പോകണ്ടേ. ഹോംവർക്ക് കളഞ്ഞിട്ടിരിക്കുന്നു. ഹോംവർക്ക് കളഞ്ഞിരിക്കുന്നു.
ഡേയ് നമ്മുടെ മെന്നിച്ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. മെന്നിച്ചേട്ടന്റെ മെന്നി അങ്കിൾ സന്തോഷ ജന്മദിനം മെന്നി അങ്കിൾ. സന്തോഷ ജന്മദിനം മെന്നി അങ്കിൾ. ഓ കേക്കുന്നില്ല കേക്കാമോ? ഹലോ. ആ കേക്കാം മെന്നി അങ്കിൾ കേക്കാം. പുറത്ത് ഓ ഫോണീന്ന നാളെ സെക്കൻഡ് സാറ്റർഡേ. ഓ നാളെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലേ? ആ അപ്പൊ പിന്നെ അതല്ല സീനില്ല. 1 ഗെയിം പോയാണ്. ലവ് ഫ്രം ചിക്ക്മാംഗ്ലൂർ. താങ്ക് യു. എപ്പം പോകും തിരിച്ച്? വെറുതെ പ്രൊഫസർ വന്നിരിക്കുന്നു. വെയിറ്റ് അമ്മാരെ കുറച്ച് കഴിയുമ്പോ പോടാ. അമ്മാര് ഫുഡ് മേടിക്കാൻ പോയേക്കണ്. ഹലോ പ്രൊഫസറെ. അണ്ണാ ഹലോ. ഓ നിനക്ക് സൗണ്ട് കുറവാ, ഉറക്കെ സംസാരിക്കും. ഹലോ. വെൽക്കം ബാക്ക് ടു ടി വി. താങ്ക് യു സോ മച്ച്. എന്താ പറയാനുള്ള എല്ലാരോടും? ആദ്യം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. പറ. തിരിച്ചു വരുന്നുണ്ടാ? ഓ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനൊക്കെ ബോർഡില്ലല്ലോ. ഓക്കെ. ഇനി ഓ അങ്ങനെ പറയാനൊന്നുമില്ല, നമുക്ക് ചെയ്ത് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. ഓ അതല്ല എന്നാലും വേടാ ഞാൻ പറയാം. നിനക്കറിയാം ഇത്ര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് ഒരു ഇതിൽ നിന്ന് നിന്നെ നമ്മളായിട്ട് പുറത്താക്കി, നമ്മളായിട്ട് നിന്നെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ ഒരു ഇതാണ്. അപ്പം നിനക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ളൊരു ടൈം ഇപ്പം ലൈക്ക് ഞാൻ നിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. ടു ബി ഹോണസ്റ്റ് ആയിട്ട് ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുക. ഈ KV ആയിട്ട് സിറ്റുവേഷൻ ആവുന്നതിന് ആയി കഴിഞ്ഞിട്ടാണോ നിന്നോട് ഞാൻ ജീവിതത്തിൽ ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്? അല്ല, അതിന് എത്രയോ നാൾക്ക് മുമ്പാണല്ലേ? അതെ. ഇപ്പൊ ഒരു 1.5-2 മാസമായി ഉണ്ടാവില്ലേ നമ്മൾ തമ്മിൽ കോൺടാക്ട് തുടങ്ങിയിട്ട്? അതുണ്ടാവും. കാരണം അതിനൊക്കെ മുൻപ് എത്രയോ മുൻപ് സംസാരിക്കുന്നത് SNG-ക്കകത്ത് വെച്ച് സംസാരിച്ച് തുടങ്ങിയതും ഇതാക്കിയതും ഒക്കെ. അല്ലാതെ എനിക്ക് ഇവിടെ വേറൊരു കാര്യത്തിനും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല നമ്മള് വേറെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതെ അല്ല ഞാൻ പറയുവാ മറ്റേ കുറെ അവന്മാരുണ്ടല്ലോ, മറ്റേ എന്ത് പറഞ്ഞാലും ഏതിനും മറ്റേ ഇതടിക്കണ കുറെ അവന്മാരില്ലേ. അവന്മാരുടെ അടുത്തൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്യുവർലി അവൻ ചെയ്ത മിസ്റ്റേക്ക് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തിരുത്താൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ ഞങ്ങളെല്ലാവരും റെഡിയായിരുന്നു. TV-യിലെ എല്ലാവരും ഒന്ന് മെൻ്റലി ഇതിലേക്ക് ആപ്റ്റ് ആക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നു. നമ്മളെല്ലാവരും കുറേ സംസാരിച്ചതും കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പം അങ്ങനെ സംസാരിച്ച് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻ എല്ലാവരും കൂടെ ചേർന്നെടുത്തതാണ്. അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ആൻഡ് നിങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷേ അവൻ്റെ ഒരു കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അവനായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരു ഐഡൻറ്റിറ്റിയും ആരെടുത്തും വെളിപ്പെടുത്താതിരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ വട്ടം അവൻ അങ്ങനെയല്ല ചെയ്തത്. അവൻ TV-യിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഫുൾ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ഞങ്ങളുടെ കൂടെ, അതായത് എനിക്ക് അവൻ്റെ ID കാർഡും അതും ഇതും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അവൻ ഇനി എന്തെങ്കിലും പോക്കൃത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ ഇത് യൂസ് ചെയ്തോളാൻ അവൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സോ അപ്പം ഇനി അവൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകത്തില്ല. അവൻ ചെയ്ത മിസ്റ്റേക്ക് അവന് കാര്യം മനസ്സിലായി. സോ ഇനി അത് അവൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഇനി അവൻ TVA പ്രൊഫസർ എന്ന പേരിൽ ആയിരിക്കും കളിക്കുന്നത്. സോ ഹി വിൽ ബി പ്ലേയിങ് ഫോർ TVA. ആൻഡ് ഈ ഒരു ഡിസിഷനിൽ എല്ലാവർക്കും വലിയ എതിരഭിപ്രായം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. മറ്റേത് പറഞ്ഞാ എന്തിനു കേട്ടില്ല. അല്ല രായം വിളിച്ചു പറഞ്ഞ വാറ്റ് അതാ ഓടി വന്നേ പുതിയ ലീഡറെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് വാസവണ്ണം വന്നിരിക്കുക. അങ്ങനെ വാറ്റ് എന്നെയും വിളിച്ചോണ്ട് കയറി വന്നതാ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞോണ്ട്. അല്ല ഈകളെ അതങ്ങ് പറഞ്ഞേക്ക്, എന്റെ ബർത്ത്ഡേ ആയിട്ട് അതങ്ങ് പറഞ്ഞേക്ക്. ഇവന്റെ കണ്ടന്റ്സ് കാണത്തില്ല. ഇവൻ ഈയിടയ്ക്ക് ഒരു കണ്ടന്റ് ഇട്ട് കേട്ടാ കാണാം. ഇവൻ വാണ്ടിൽ ഒരു കണ്ടന്റ് ഇടും. അത് ഇജ്ജാതി കണ്ടന്റ് ആയിരിക്കും. ഇവന്റെ വീഡിയോ കണ്ടിട്ടില്ലേ ഒന്ന് കാണണം കേട്ടോ കയറി എല്ലാവരും. ലിക്വിഡേറ്ററിന്റെ ഇവനൊരു പ്രത്യേക ഐറ്റമാണ്. ഇവൻ വാണ്ടിൽ ഒരിക്കലേ വരുള്ളെങ്കിലും കൊണ്ടുവരുന്ന സാധനം വേറെ ലെവലാ. അപ്പം നമ്മള് ലീഡറിനെ കേടാ. ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഗോകു ഞാൻ നിന്റെ അടുത്തൂടെ പറയുവാടാ. കാരണം
സിനിമാറ്റിക് വീഡിയോ ഉണ്ടാക്കിയാ മറ്റല്ല ഞാൻ ഇങ്ങനെ മറ്റേ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ആ എല്ലാം സെറ്റാ ഞാൻ പറഞ്ഞേക്കെ ഞാനൊന്ന് മാറി നിന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ലീഡറായിട്ട് നിൽക്കാനുള്ള ഒരു ആരും ഇല്ലടാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ലീഡറായിട്ട് ഡിസേർവ് ആയിട്ട് ഇതുള്ള അല്ല. ഞാൻ കണ്ടുപിടിച്ച ഒരാളെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം, ഇട്ടിച്ചനില്ലേ നമ്മുടെ സിറ്റിയിൽ, എനിക്ക് പുള്ളിയുടെ അടുത്ത് ഭയങ്കര റെസ്പെക്ട്. എനിക്ക് പുള്ളിയെ ലീഡറാക്കിയാൽ കൊള്ളാമെന്നുണ്ട് ടിവിയുടെ. പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു പുൽച്ചാടി മൈരനുണ്ട്, അവനും ഉണ്ട് ഡിസ്കോഡിലിരിക്കണേ. എനിക്ക് അവരെ രണ്ടുപേരും, അവരെ ഒരാളെ ലീഡറും മറ്റേ ആളെ കോ ലീഡറും ഈ ഒരു സ്ഥാനത്തിലേക്ക് ആക്കിയിട്ട് എനിക്ക് സന്തോഷത്തോടെ പിരിയാനാണ് എനിക്കിപ്പോ താല്പര്യം. നിങ്ങളുടെ അഭിപ്രായം പാസ്സാക്ക്. ബാബു ഇട്ടിച്ചനെ ലീഡർ ആക്കുന്നു, അവരുടെ ഒരു പുൽച്ചാടി വാണത്തിനെ ഞാൻ മറ്റേ കോ ലീഡറും ആക്കുന്നു. എന്തോ നിന്റെ ടിവിയുടെ ലീഡർ അതാര് പറഞ്ഞത്? അണ്ണ വേണം ഹസോണ ഇപ്പഴും വിളിക്കണ ഹസോണ പ്ലീസ്. ഡോഗിന്റെ വല്ല ബ്രീഡിങ്ങിനും കൊണ്ടായി കൊടുക്കാം ലീഡറും കോ ലീഡറൊക്കെ അവനൊക്കെ വല്ല 10 പട്ടി വളർത്തുന്നുണ്ട്. അതാണ് ആലോചിക്കണം, ആരുടെയെങ്കിലും വീട്ടിൽ എന്ത് നടക്കണമെന്ന് ആലോചിച്ചിരിക്കണം. മറ്റേ അയൽക്കൂട്ടം മാമനാണ് അങ്ങേര് കേട്ടോ, സത്യം പറയാം, സീരിയസ് ആയിട്ട് പറയാം, വെറും അയൽക്കൂട്ടം മാമനാണ് അങ്ങേര്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും തലയിടാൻ നമുക്ക് വേറെ വെളിയിൽ നിന്ന് ഒരു ഗ്യാങ്സിന്റെയും വേറെ ഒരു ഗ്യാങ്ങിന്റെയും ആൾക്കാരുടെ സഹായം ഇതൊന്നും വേണ്ട. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. ആൻഡ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയായിരുന്നു ഗൈസ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, ഇനി തൊട്ട് എന്താ പറയുക, ഞാൻ വലിയ ആക്റ്റീവ് ആയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ലൈവ് ഉണ്ടാവും, ലൈവൊക്കെ ഉണ്ടാവും. ആൻഡ് പഴയതുപോലെ ഇപ്പോൾ ഈ ഒരു 2-3 മാസമായിട്ട് ലോക്കോയിലും ആക്റ്റീവ് ആയതുപോലെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ 19 സ്ട്രീം ചെയ്തു, കഴിഞ്ഞ അങ്ങേ മാസം 18, 17, അങ്ങനെ ആ ഒരു അത്രയും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇപ്പോൾ തൽക്കാലം യൂട്യൂബിൽ വരാം. എന്തായാലും ഈ ലോക്കോയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ജോക്കി ഇനി വിളിച്ച് തന്തയ്ക്ക് വിളിക്കുമ്പോഴായിരിക്കും ബാക്കി സംസാരിക്കാൻ പോകണം. ജോക്കിയോട് സംസാരിക്കണം. ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല, ഇത്രയും ദിവസമായിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല, ആരുടെയും കോൾ എടുത്തിട്ടില്ല, ഒന്നുമില്ല. അതെന്തായിരുന്നു ഒന്ന് പറയാമോ പ്ലീസ്? അല്ല അതൊന്നും പറയണം പ്ലീസ്. വിളിച്ചടേ ഞാൻ സത്യം അവസാനം ഇനി വൈരാഗ്യമൊക്കെ ഉച്ചയ്ക്ക് ഇവിടെ പിന്നെയാണ് എന്നെ വിളിച്ച് 2 ഡയലോഗ് അടിച്ചത്. ഞാൻ പറയുന്നില്ല, പിന്നെ പറയാം. ഈകളെ കണ്ണാപ്പി കാറിലാണോ വന്നേ? ഈകളെ കണ്ണന്റെ കാറ് കണ്ടാ? കണ്ണമ്മന്റെ കാറ് കണ്ടു. എടാ അത് അത്രയും വലിയ വണ്ടിയാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയണേ. നൈസ് വണ്ടിയാ. ലൈവിൽ കാണുന്ന പോലല്ല കേട്ടാ. ലൈവില് നമ്മൾ അമ്പത്തൂരിന് മുഖം കാണുമ്പോൾ വിചാരിക്കും അമ്പത്തൂരിന് ചെറിയ കൊണ്ടിയാണെന്ന്, പക്ഷെ അമ്പത്തൂരിന് വലിയ കൊണ്ടിയാണ്. അതേപോലെയാണ് കണ്ണമ്മന്റെ വണ്ടിയുടെ കാര്യം. കണ്ണമ്മനെന്തി അമ്പത്തൂരിന് അത് പറയാൻ കേട്ടോ, ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയേക്കാണ് അവര്. ഞാൻ ഇറങ്ങണേ ഈകളെ, ഞാൻ ഇറങ്ങണേ. ഇറങ്ങിപ്പോന്നാ ഓക്കെ. ഞാൻ ഇറങ്ങണേ. എല്ലാവർക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. ഞാൻ ഞാൻ അത് തന്നെ ഡിപ്രഷൻ അടിച്ചത്. എന്തിന് ആരെ വിളിക്കാന്ന്? ചെറുത്തറിനെ വിളിക്കാൻ. എന്തെന്നെ വിളിച്ചൂടെ ജോക്കി? ഞാൻ ഫോൺ എടുക്കാത്തതിൽ എല്ലാം അത് തന്നെ എന്നെ വിളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഫോൺ എടുക്കാത്തതിൽ ബാബുവിനോടും ജോക്കിയോടും സരക്കിനോടും ഒക്കെ ക്ഷമ ചോദിക്കുന്നു. ചന്ദ്രപ്പട്ടിയുടെ ഫോൺ ഞാൻ എടുത്തായിരുന്നു. അവരുടെ ആദ്യ ദിവസം ഭയങ്കര വലിയ വർത്താനൊക്കെ അടിച്ചിട്ട് പോയാണ് അവൻ. ഇങ്ങോട്ട് വിളിച്ചിട്ട് മൗനവ്രതം, അങ്ങോട്ടൊന്നും മിണ്ടില്ല ഇങ്ങോട്ടൊന്നും മിണ്ടില്ല, സൈലന്റ്, പെട്ടെന്ന് കട്ടാക്കി പോയി. ഈകളായിട്ട് തന്നെ വാട്സ്ആപ്പ് കോൾ കൈതട്ടി വന്നത്. അല്ല ഈകളെ ഞാൻ ബ്ലൂ ഷിഫ്റ്ററെ വിളിച്ചേ. വിനീതിനെ ഞാനാദ്യം ദിവ്യ ചേച്ചി വിളിച്ചിട്ട് ദിവ്യ ചേച്ചി
അപ്പത്തേക്കും ദിവ്യേച്ചി കേക്കാം ഇപ്പൊ കേക്കാം. ഞാൻ ആദ്യം ദിവ്യേച്ചി വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈഗിളും അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഈഗിളും വിനീതും കൂടി ഇപ്പൊ കൊണ്ട് ഇറങ്ങി പോയുള്ളത്. ഓക്കെ, അത് എന്റെ വിനീതിനെ വിളിച്ചപ്പോഴത്തേക്ക് വിനീത് ഞാൻ ഉണ്ടോ അവിടെ ഈഗിള്? ഇല്ലടാ ഇല്ല അവരുടെ കൂടെ എനിക്കറിയാം കൊട്. ഓ ഇല്ല, സത്യം ഇല്ല. എടാ നായിന്റെ മോനെ, നീ അടുത്തിരുന്നിട്ട് നിന്റെ കൊട എടാ ഞാൻ ആരോട് സംസാരിച്ചില്ലടാ. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞാനൊന്ന് ഓക്കെ ആയത് ഇന്നാണ്. ഇവന്മാരൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഇത് സത്യം പറഞ്ഞത് ഓക്കെ ആയത്. ഞാനിന്ന് പാക്ക് ചെയ്ത് വിടാനുള്ള പരിപാടിയായിരുന്നു. നേരെ രാത്രിയിൽ ഇപ്പൊ ചെന്നൈയിലോട്ട് ഡ്രൈവ് ചെയ്തു ഇങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. പെട്ടിയൊക്കെ കിട്ടി, പെട്ടിയൊക്കെ എടുത്ത് പിടിച്ചു നിർത്തി, വണ്ടി തടഞ്ഞിർത്തി. ഇട്ടിച്ചൻ പച്ചപ്പട 44 രൂപ സൂപ്പർ ചാറ്റ്. താങ്ക്സ്. ടിവിയെ ഇട്ടിച്ചൻ ഹിയർ. ടിവിയെ കൊട്ട പോടാ. ശരത്തേട്ടന്റെ അടുത്ത് എന്തോ സംസാരിച്ചു. ശരത്തേട്ടൻ പോയോ? ശരത്തേട്ട ആ വഴിക്ക് പോയി, ആള് പോയി. ശരത്തേട്ടൻ പോയി, കലിപ്പായി, അടുത്ത കലിപ്പായി. എന്തൊക്കെയാണോ അമ്മരെന്തി അവനൊക്കെ എന്തെടുക്കുക അവിടെ? ഡിലേ തെണ്ടികള് മറ്റേ സൗണ്ടിന്റെ മറ്റേ സംഭവം നോക്കിക്കൊണ്ടിരിക്കുക. സ്പീക്കർ ബാസ് 2 ബാസ് കറക്റ്റ് അല്ല, സെറ്റാക്കി കൊണ്ടിരിക്കുക. അവന്റെ അവനെ വിളിച്ചടാ. നിന്റെ കിക്കർ ഊരാനെ കേട്ടെന്ന് പറഞ്ഞത്. ഇവനോട് സാധനം കെട്ടി ജോക്കി വേണമെങ്കിൽ വിഷയമായി. പോയാ ചന്ദ്ര ഓ അയ്യോ അതിപ്പോ എല്ലാം എടാ അപ്പൊ നാളത്തെ സിറ്റി കയറല്ലേ? ഞാനുണ്ടാവില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇനി വേണമെങ്കിൽ വന്നാ മതി. നീ പയ്യ വന്നാ മതി. നമുക്ക് ഗ്യാങ് ഹൗസിൽ ബോർഡും ഹാരും ഒക്കെ കേട്ടോണ്ട്. ഇവിടെ വല്ലാത്ത സ്പാം വരുന്നുണ്ടല്ലോ, വല്ലാത്ത. അയ്യോ അങ്ങനെയോ? അത് ഞാൻ അറിഞ്ഞില്ലട്ടോ, സത്യം അറിഞ്ഞില്ല. ആൾക്കാർ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മൊത്തം DP ഇട്ടേക്കുന്നവന്മാരെല്ലാം ബാബുവിന്റെ ഫോട്ടോയും ബുദ്ധിയുള്ള നടക്കുന്നില്ല. മണ്ടന്മാര് ഇപ്പൊ കൂടുതൽ സിഗ്ഗി വിടുന്ന ഞങ്ങളാ. വീട്ടിൽ കൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ സിഗ്ഗി ഓടി വരുന്ന പിള്ളേരാണ് രണ്ടുപേരും. പാവങ്ങള് രണ്ടുപേരും സിഗ്ഗി ഓടി അണ്ണാ വണ്ടിയിലാണെ മറ്റേ കീക്കി അടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് 2 പറയണോന്ന് പറഞ്ഞ വഴി മീറ്റപ്പിനും അതിനും ഇതിനൊന്നും ബോബ് ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ അവന് മറ്റേ ഒരു ഇന്റേൺഷിപ്പിന് കേറിയിട്ട് അവൻ കംപ്ലീറ്റ്ലി ബിസി ആയിരുന്നു. ഇന്റർവ്യൂവിന് ഒന്നിനും വരാഞ്ഞ അതുകൊണ്ടാ. അപ്പൊ ബോബ് കംപ്ലീറ്റ്ലി ആ ഒരു കാര്യമായിട്ട് ബിസിയാണ്. അവന്റെ ഒരു അതുകൊണ്ടാണ് അവന്മാര് ഇങ്ങോട്ട് ഇപ്പൊ ഇതിനകത്ത് ആക്റ്റീവ് അല്ലാത്തത്. പിന്നെ എന്താ വേറെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ബാക്കി അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും വെച്ചാണ്. ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്റർവ്യൂ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിൽ വാസുണ്ടില്ല. ഇത്രയും നാളെ വായില്
അല്ല ഇത്രയും നാളെ സ്ഥലക്കണ്ട വായിലിത്തിരി വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചേട്ടാ കണ്ണാപ്പിയായിരുന്നു. ഇപ്പൊ അത് വെജിറ്റയാണ്. ടോർച്ചർ പാടില്ല, അറിയാലോ. 30 മിനിറ്റ് കൂടുതൽ ടോർച്ചർ ചെയ്യാൻ പാടില്ല വിഷയം. ഞാൻ ഇല്ല, ഞാൻ മാത്രം ഇല്ലല്ലേ. സൈഡോട് ഓ അളി എവിടെ ഉണ്ടോ നീ? ഇപ്പൊ എവിടെ സോറി പറഞ്ഞു തുടങ്ങി?